ഇന്നത്തെ സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് അവൻ്റെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ജീവിതം നോക്കിയിട്ടാണ്. അതല്ലാതെ അവൻ്റെ വ്യക്തിത്വ വികാസമോ മൂല്യബോധമോ പൊതുസമൂഹത്തിൽ ഇടപെടുന്ന രീതിയോ അനുസരിച്ചിട്ടല്ല. ഉദാഹരണത്തിന്, ഒരുവൻ ഏതെങ്കിലും തരത്തിൽ കുറേ അധികം പൈസ സമ്പാദിച്ച് അവൻ മതപരമായ പള്ളിക്കമ്മിറ്റികളിലും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ വേദികളിലും ഇടം പിടിക്കുന്നു. ഉടനെ അവൻ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പ്രമോട്ട് ചെയ്യപ്പെടുന്നു. അവൻ വ്യക്തിത്വത്തിൽ വലിയ ഉന്നത വ്യക്തിയായി തീരുകയും ചെയ്യുന്നു. എന്നാൽ അവൻ്റെ നിലപാടുകൾ, അവൻ പൊതുകാര്യങ്ങളിൽ എടുക്കുന്ന നിലപാടുകളോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ചില കാര്യങ്ങളിൽ അവൻ്റെ അഭിപ്രായങ്ങളോ മറ്റുള്ളവരോടുള്ള അവൻ്റെ നിലപാടുകളോ നോക്കിയിട്ടല്ല. എന്താണ് ഈ മൂല്യബോധവും വ്യക്തിത്വവും എന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ശരിക്കും എന്താണ് മൂല്യബോധം? ഒരു വ്യക്തി ആപൽഘട്ടങ്ങളിൽ ഉള്ളതുപോലെ തുറന്നു പറയുന്നതിനെയാണ് ഈ മൂല്യബോധമെന്നും വ്യക്തിത്വമെന്നും ഒക്കെ നാം വിലയിരുത്തുന്നത്.